ഭക്തി വേറെ, യുക്തി വേറെ. യുക്തി പലപ്പോഴും ഒബ്ജക്റ്റീവാണ്. അതേസമയം ഭക്തി സബ്ജക്റ്റീവാണ്, വിഷയത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. ഭക്തി എന്ന് പറയുന്ന മാനസിക തലമാണ്, മനസ്സിലാക്കലാണ്, വേറൊരു തരത്തിലുള്ള മനസ്സിലാക്കലാണ്. ആത്മീയത, ദൈവം, വിഗ്രഹം, ആരാധന, ജന്മം, പുനർജന്മം, കർമ്മം, മരണം, അങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു മേഖലയാണ് ഈ ഭക്തിയുടെ മേഖല. ഭക്തൻ എന്ന് പറഞ്ഞാൽ തന്നെ, അല്ലെങ്കിൽ ഭക്തി എന്ന് പറഞ്ഞാൽ തന്നെ ചേർന്ന് നിൽക്കുന്നവർ എന്നുള്ള അർത്ഥമാണുള്ളത്. പ്രപഞ്ചവുമായി, പ്രകൃതിയുമായി, ദൈവവുമായിട്ടൊക്കെ ചേർന്ന് നിൽക്കുന്നവർ, അല്ലെങ്കിൽ ചേർന്ന് നിൽക്കുന്നവൻ, ചേർന്ന് നിൽക്കുന്നവൾ എന്നുള്ള അർത്ഥമാണുള്ളത്. അതേസമയം യുക്തി എന്ന് പറയുന്നത് മറ്റൊരു മേഖലയാണ്. അത് ശാസ്ത്രത്തിൻ്റെയും സാങ്കേതിക വിദ്യകളുടെയൊക്കെ ഓബ്ജക്റ്റീവായിട്ടുള്ള കണ്ടുപിടുത്തങ്ങളുടെയൊക്കെ നിരീക്ഷണങ്ങളുടെയൊക്കെ മേഖലയാണ്. ഇവ തമ്മിൽ കൂട്ടിക്കുഴച്ചാണ് പലപ്പോഴും ശാസ്ത്രകാരന്മാരും യുക്തിവാദികളും ഒക്കെ പറയുന്നത്. ഭക്തിയിൽ യുക്തിയുണ്ടോ? അങ്ങനെ അന്വേഷണം തന്നെ ശരിയല്ല. രണ്ടും രണ്ട് മേഖലയാണ്. വിഷയാധിഷ്ഠിതമായ സബ്ജക്റ്റീവായിട്ടുള്ളൊരു മേഖല, ഒബ്ജക്റ്റീവായിട്ടുള്ള കമ്പോണൻസിൻ്റെ ഒരു മേഖല, അല്ലെങ്കിൽ ഘടകങ്ങളുടെ വേറൊരു മേഖല. ഇത് രണ്ടും രണ്ടായി കാണുകയും രണ്ടായി മനസ്സിലാക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ സൗന്ദര്യവും കൂടുതൽ മനോഹാരിതയും എല്ലാം മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും യുക്തിയെ യുക്തിയായി കാണുക, ഭക്തിയെ ഭക്തിയായി കാണുക. ഭക്തി എന്ന് പറയുന്നത് ഞാൻ സൂചിപ്പിച്ചതുപോലെ മനസ്സിനും, നമ്മുടെ ശരീരവും, നമ്മുടെ മനസ്സും, ആത്മാവും, ജീവനും ഈ പ്രപഞ്ചവുമായിട്ടുള്ള ബന്ധങ്ങളുടെ കഥയാണ് കൂടുതലും പറയുന്നത്. അതൊരു ചേർന്ന് നിൽക്കലിൻ്റെ കഥയാണ്. ഒരിക്കലും അവിടെ യുക്തിപരമായിട്ടുള്ള ചിന്തിച്ച് അങ്ങനെയുണ്ടോ ഇങ്ങനെയുണ്ടോ എന്നൊക്കെ ചിന്തിച്ച് പോകുന്നതിൽ ഒരു അർത്ഥമില്ല. യുക്തി മറ്റൊരു തലമാണ്. അവിടെ ഭക്തിയുടെ രൂപത്തിൽ സമീപിച്ചാൽ അതിന് റിസൾട്ട് ഉണ്ടാവുകയുമില്ല. അപ്പോൾ യുക്തി എന്ന് പറയുന്നത് മറ്റൊരു തലം, ഭക്തി എന്ന് പറയുന്നത് വേറൊരു തലം. അങ്ങനെ തന്നെ മനസ്സിലാക്കിയാൽ മനോഹരമായി നമുക്ക് കാര്യങ്ങൾ പഠിക്കാൻ എളുപ്പമായിരിക്കും. ഇതിലേത് വേണമെന്നുള്ളതൊക്കെ നമുക്ക് ചിന്തിക്കാം. യുക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം മതിയോ? ഭക്തിയുടെ മാർഗം ആവശ്യമുണ്ടോ? ഇനി ഭക്തിയും യുക്തിയും ആവശ്യമുണ്ടോ? ഇതൊക്കെ നമുക്ക് തീരുമാനിക്കാം. അതിനകത്തൊന്നും ഒരു തർക്കമില്ല. ഓരോ വ്യക്തിക്കും തീരുമാനിക്കാം. അതുപോലെ യുക്തി എന്ന് പറയുന്നത് പലപ്പോഴും സാമൂഹ്യവും മറ്റ് തലങ്ങളുമുള്ളതാണ്. ഭക്തി എന്ന് പറയുന്നത് കേവലം വ്യക്തിപരമാണ്, വ്യക്തി അധിഷ്ഠിതമാണ്, വിഷയാധിഷ്ഠിതമാണ്.